അങ്ങനെ ഉസ്താദ് കൊണ്ടുവന്ന കവർന്ന് ആള് കുറച്ച് മെയ്ത്തിരി എടുക്കും. എന്നിട്ട് അവരിയ്ക്കുന്ന സ്ഥലം തൊട്ട് ഹാളത്തെ മെയിൻ ഡോർ ഉണ്ടാവില്ലേ, അതുവരെ നിരത്തി മെയ്ത്തിരി കത്തിച്ച് വെക്കും. എന്നിട്ട് ഉമ്മാനോട് പറയും നിങ്ങൾ കൂടി ഇവള് പൊയ്ക്കണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് എന്നുള്ളത്. അങ്ങനെ ഉസ്താദ് എന്തൊക്കെ ചൊല്ലി കഴിഞ്ഞതും ഈ മെയ്ത്തിരി വരി വരിയായിട്ട് ഇങ്ങനെ കെടാൻ തുടങ്ങുവേ. അതായത് ഇവരിയ്ക്കുന്ന ഭാഗത്ത് നിന്ന് ഹാളത്തെ മെയിൻ ഡോർ വരെ വരി വരിയായിട്ട് ഇതിങ്ങനെ കെടും. മെയ്ത്തിരി കെട്ട് തുടങ്ങിയത് ഇവളാ സ്പോട്ട് തന്നെ അവിടെ വീയും. ഉമ്മ വന്നിട്ട് ഇവളെ പിടിക്കും. അപ്പൊ തന്നെ ഉസ്താദ് പറയും ഇനി പേടിക്കണ്ടോ, ആ രൂപ അവളുടെ ബോഡിയിൽ നിന്ന് ഇറങ്ങണത് ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ ഇതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീരും. സംഭവങ്ങൾക്കൊക്കെ ശേഷം ഫിദക്ക് കുറെ കാലത്തിന് ഇവക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ ഓള് നോക്കി അതിന് ശേഷമാണ് ഉമ്മയും അജും ഒക്കെ പറഞ്ഞിട്ടാണ് ഇവക്ക് നടന്ന കാര്യങ്ങൾ ശരിക്കും അറിയണത്. ആൻഡ് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഉമ്മാക്കടക്കം ഇവർക്ക് 3 ആൾക്കും ആ വീട്ടിൽ നിൽക്കാനും ആ ചുറ്റുപാടൊക്കെ ഭയങ്കര പേടിയായോണ്ട് ആ വർഷം തന്നെ ഇവർ അവിടുന്ന് വീട് മാറിപ്പോകും. ഈ കഥ നടക്കുന്നത് 90s. ഇവരൊക്കെ ഇപ്പൊ വലുതായി, ഫിദേന്റെ എല്ലാം കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. ഈ കഥയെല്ലാം നടക്കുന്ന സമയത്ത് ഫിദക്ക് 13 വയസ്സാണ്. ഈ നടന്ന കാര്യങ്ങളൊക്കെ ഫിദനെ ഫിസിക്കലി വല്ലാണ്ട് ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും മെന്റലി നന്നായിട്ട് ബാധിച്ച് ഒരു 14 വയസ്സ് തൊട്ട് ഇന്ന് വരെ ആള് ഇപ്പോഴും സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നു, മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുള്ള ഈ സ്റ്റോറി. എന്നോട് ഈ സ്റ്റോറി പറയുന്നത് അജുവിന്റെ ക്യാരക്ടറാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് എന്നുള്ളത് കമന്റ് ചെയ്യണേ.